ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്കിൽ നമ്മോടൊപ്പം ഉള്ളത് മീരയാണ്. മീര, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു സർ. മീരയുടെ സ്ഥലം എവിടാ? എന്റെ വീട് നോർത്ത് പറവൂരാണ്, എറണാകുളം ഡിസ്ട്രിക്ട്. ഇപ്പൊ ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നേ? ഞാൻ മെഡിക്കൽ കോഡിംഗ് ആണ് അവോധയിൽ ചെയ്യുന്നത്. മെഡിക്കൽ കോഡിംഗ് ആയിരുന്നു ചെയ്തിരുന്നത്. എന്തായിരുന്നു മെഡിക്കൽ കോഡിംഗ് എന്നൊരു കോഴ്സ് ചെയ്യാനുള്ളൊരു മോട്ടീവ് എന്തായിരുന്നു? ഞാൻ കുറച്ചാൾ മുമ്പാണ് ഈ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ കേൾക്കുന്നത്. അപ്പോ ഒത്തിരി ഫ്രണ്ട്സും ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോഡിംഗ് നല്ലൊരു കരിയർ ഗ്രോത്ത് നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഇപ്പൊ തന്നെ അതിന്റെ സ്കോപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഡേ ബൈ ഡേ ഇൻക്രീസിംഗ് ആണ്. അപ്പൊ എനിക്ക് തോന്നി ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലൊരു കരിയർ ഗ്രോത്ത് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. ഓക്കെ ഓക്കെ. കറന്റ് എന്ത് ചെയ്യാ? ഞാനിപ്പോ ഡോഗ് ജെയിൻ ഇൻഫോപാർക്കില് ഡോഗ് ജെയിൻ പ്രൈവറ്റ് ലിമിറ്റഡില് ജൂനിയർ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് കമ്പനിയിൽ അവിടെ അട്രാക്ട് ചെയ്ത 2-3 ഫാക്ടേഴ്സ് പറയാമോ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാനിപ്പോ കറന്റ്ലി ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ അതുകൊണ്ട് വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഓഫീസിൽ ചെന്ന് അങ്ങനെയാണ്. ട്രെയിനിങ് ആണ് 6 മന്ത്. മാത്രമല്ല അവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജും കൂടിയാണ്. മൊത്തത്തിലെല്ലാം വർക്കേഴ്സ് ആയാലും സ്റ്റാഫ് ആയാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നതും എല്ലാം. ഓക്കെ. ഇപ്പൊ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് കമ്പനിയായിട്ടല്ലേ? യെസ്. ഓക്കെ. അപ്പോ ഇതിന് അവോധയിലേക്ക് വരുന്നതിന് മുമ്പേ മീര എന്താ പഠിച്ചിരുന്നേ? ഞാൻ MSc എൻവയോൺമെന്റ് സയൻസ് ആൻഡ് മാനേജ്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബയോഫ്ലക് ഫിഷ് ഫാമിൽ 1 ഇയർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇതിനെപ്പറ്റി കേട്ടതും ഇത് പിന്നീട് പഠിച്ചതും ഇല്ല. ഓക്കെ ഓക്കെ. അപ്പം മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി കേട്ട ടൈമിൽ എങ്ങനെ അവോധയിലേക്ക് വന്നേ? അവോധയെ പറ്റി എങ്ങനെ കേട്ടേ? മെഡിക്കൽ കോഡിങ് അവോധയിൽ ചൂസ് ചെയ്യാം എന്നൊരു ഡിസിഷനിലേക്ക് എത്താനുള്ളൊരു ഇതെന്തായിരുന്നു? അതെന്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്. അവോധ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓൾമോസ്റ്റ് ഒത്തിരി കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് ഞാൻ അതിന് ചേർന്നു. പിന്നെ മാത്രമല്ല യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്തപ്പോ നല്ലൊരു പോസിറ്റീവ് കമന്റ്സ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ജോയിൻ ചെയ്യാം. മാത്രമല്ല ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് അഡ്മിഷൻ ഫീ കുറവാണ്. അതിനുശേഷം ജോബ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി ഫീ അടയ്ക്കേണ്ടത്. അപ്പൊ അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല ഇപ്പൊ പഠിപ്പിക്കുന്നതായാലും റെക്കോർഡഡ് ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ഡൗട്ട് ഉണ്ടാവും. റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് ലൈവ് അല്ലല്ലോ, ഡിഫറന്റ് ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് ആദ്യം ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇത് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേറൊരു സെഷൻ ഉണ്ട്. അതുപോലെ തന്നെ അല്ലാതെ നമുക്ക് ടെക്നിക്കൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിന് വേറൊരു സെഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ക്ലാസ്സും. അതുപോലെ തന്നെ ജാബ് ട്രെയിനിങ് അത് എടുത്തു പറയേണ്ടതാണ്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ജാബ് ട്രെയിനിങ് ആണ്. നല്ലൊരു ട്യൂട്ടർ ആയിരുന്നു. നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഇത്ര പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ അവോധ ചൂസ് ചെയ്ത ടൈമിലും വിചാരിച്ചിരുന്നില്ല അല്ലേ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്നല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ജാപ്പിലൊരു ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് പറയാമോ? ജാപ്പിൽ എന്താ പ്രൊസീജിയർ വരുന്നത്? ജാപ്പില് ഇന്റർവ്യൂസ് നമുക്ക് വേക്കൻസീസ് അവർ അപ്ലോഡ് ചെയ്യും സൈറ്റില്. സോ നമുക്ക് ജാപ്പ് ഐഡി കൊണ്ട് നമ്മളുടെ ഈ ഒരു സെക്ഷനിലേക്ക് പോവാം. അതിനുശേഷം അവര് പറയും എന്തൊക്കെയാണ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കും. നല്ല ട്രെയിനിങ് ആണ്. നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ പോർഷൻസും കവർ ചെയ്യും സമയമുണ്ടെങ്കിൽ. അങ്ങനെയൊക്കെ നല്ലതാണ്. നമുക്ക് അത്യാവശ്യം മനസ്സിലാവും. അതുപോലെ തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ട്യൂട്ടർ ആയാലും എല്ലാവരും. ഓക്കെ ഓക്കെ. അപ്പോ മീര അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ കേട്ടാണ് 2800 എന്നൊരു ഫീസ് സ്ട്രക്ചർ. ഓക്കെ. അപ്പോൾ എന്താ തോന്നിയിരുന്നത് 2800ന് ഈ കോഴ്സ് മെഡിക്കൽ കോഡിംഗ് പോലൊരു കോഴ്സ്, അതായത് ഇപ്പൊ നല്ല മാർക്കറ്റ് ഉള്ള ഒരു കോഴ്സ് 2800ന് പഠിച്ചാൽ വെറുതായിരിക്കും തോന്നിയിരുന്നു ആദ്യം? ആദ്യം തോന്നിയിരുന്നു. പിന്നെ ജോബ് കിട്ടിക്കഴിഞ്ഞപ്പോ മാത്രമല്ല നമ്മളുടെ ഹാർഡ് വർക്കും കൂടിയുണ്ട്. നമ്മളുടെയും നിങ്ങളുടെയും എല്ലാവരുടെയും കൂടെ ഹാർഡ് യെസ് വർക്ക് യെസ് ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. യെസ്. സോ നമ്മളിപ്പോ കുറച്ച് പഠിച്ചിട്ട് ജാബ് ട്രെയിനിങ് കുറച്ച് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ കുറെ നാളത്തേക്ക് വേണ്ട കേറണ്ടാന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നമുക്ക് കിട്ടാനൊക്കെ വൈകും. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് അറ്റൻഡ് ചെയ്തൊക്കെ കൊണ്ടിരുന്നാല് നമുക്ക് നല്ലൊരു ജോബ് ലാൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ ഓക്കെ. അപ്പോ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമിൽ ഇപ്പം ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ജോലിയിലേക്ക് വന്ന ടൈമിൽ എങ്ങനെയായിരുന്നു ഫാമിലിയുടെ റെസ്പോൺസ്? അവര് സപ്പോർട്ടീവ് ആയിരുന്നോ എല്ലാ കാര്യത്തിലും? ഫാമിലി സപ്പോർട്ടായിരുന്നു. കാരണം മെഡിക്കൽ കോഡിംഗ്
എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്താണ് കൂടുതലും വേക്കൻസീസ് സൈറ്റിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഫാമിലിന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ചെന്നൈ, കോയമ്പത്തൂർ ആയാലും പോയി അറ്റൻഡ് ചെയ്തോ അല്ലെങ്കിൽ യെസ്. അങ്ങനെയൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് എറണാകുളത്ത് തന്നെ കിട്ടി. അത് ഒരു ഭാഗ്യം തന്നെ വേണമെങ്കിൽ പറയാം. സോ ഇപ്പം അബോധയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഫാക്ടർ പറയാമോ? ഒന്ന് ജാബ് ട്രെയിനിങ് ആണ് ഓക്കെ. എനിക്കിഷ്ടമായത്. പിന്നെ ഡൗട്ട് ഓൺലൈൻ ക്ലിയർ ഡൗട്ട് സെഷൻ ക്ലിയർ. ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഓക്കെ. അത് രണ്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ മെജോറിറ്റി സ്റ്റുഡൻസ് പറയാറ് ആദ്യം ഫീസ് തന്നെയായിരുന്നു. സോ ഇപ്പോൾ അതിന് വെറൈറ്റി ആയിട്ട് മീരയാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്യാപ്പും ലൈവ് സെഷൻ. ഓക്കെ. സോ മീര ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്. സെമിനാർ ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മോഡിറ്റീസ്.